യാ ആയിഷ, എന്താണ് ആയിഷ? റസൂലുള്ളാഹിക്ക് എന്താണ് ആയിഷ? അൽ-അംറു, ആ കാര്യമുണ്ടല്ലോ, അന്നത്തെ ദിവസം, അന്നത്തെ കാര്യം, അശദ്ദു മിൻ അൻ യൻദുറ ബഅദുഹും ഇലാ ബഅദ്, ഒരൊറ്റ കുട്ടിക്ക് ഒരു കുട്ടിയിലേക്ക് നോക്കാൻ തോന്നുന്ന ദിവസമല്ല. ഒരാളും പൂർണ്ണനഗ്നരായ ഒരു പെണ്ണ് മുന്നിലൂടെ പോയാലും അങ്ങോട്ടൊന്ന് നോക്കാൻ ആർക്കും സമയമുണ്ടാവില്ല. എന്തേ കാരണം? നരകം ഇങ്ങനെ കാണുകയാണ്, സ്വർഗം ഇങ്ങനെ കാണുക. സ്വർഗത്തിൽ പോകുന്ന ഒരാൾ നരകം കാണാതെ പോവില്ല, നരകത്തിൽ പോകുന്ന ഒരാൾ സ്വർഗം കാണാതെ നരകത്തിലും പോവില്ല. റസൂല് ചോദിച്ചു, സഹാബാക്ക് എന്താ അങ്ങനെ? റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിൽ പോകുന്ന ഒരാൾ നരകം കണ്ടിട്ടില്ലെങ്കിൽ അവന് കിട്ടിയ സുഖവന് മനസ്സിലാവില്ല, അവന് വല്ലാതെ അള്ളാഹനെ ശുക്ർ ചെയ്യും. നരകത്തിൽ പോകുന്ന ഒരാൾ സ്വർഗം കണ്ടാലേ അവന് ദുഃഖം കൂടുള്ളൂ. പടച്ചോനെ നഷ്ടായല്ലോ എന്നവന് തോന്നണമെങ്കിൽ ആ സ്വർഗം ഒന്ന് കാണണോ, എനിക്ക് കാണും, സ്വർഗം ഒന്ന് കാണും, പക്ഷേ അടുത്തേക്ക് വരാൻ അവകാശമില്ല. കിലോമീറ്ററുകൾ ദൂരെ നിന്നവൻ അതൊന്ന് ദർശിക്കും, എന്നിട്ട് നരകത്തിലേക്ക് അവൻ പോകും. ഈ രംഗങ്ങനെ കാണുമ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരിയുടെ നഗ്നതയിലേക്ക് നോക്കാൻ, അവളുടെ മോശപ്പെട്ട ഭാഗങ്ങളിലേക്ക് നോക്കാൻ, ഔറത്തിലേക്ക് നോക്കാൻ ഒരു മനുഷ്യനും സമയമുണ്ടാകില്ല. ആ ദിവസം ഉണ്ടല്ലോ, ചുട്ടുപൊള്ളുന്നൊരവസ്ഥയിൽ വിയർത്ത് കുളിച്ചു നിൽക്കുന്നു. ചില ആളുകൾ മുട്ടിൻകാല് വരെ വിയർപ്പിൽ നിൽക്കും, ചില ആളുകൾ ഊര വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കും, ചില ആളുകൾ മൂക്ക് വരെ വിയർപ്പിൽ മുങ്ങി കുളിച്ചുകൊണ്ട് താഴ്ന്നും പൊങ്ങിയും കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ഹദീസിൽ റസൂലുള്ളാഹി പറയാ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഒരു പ്രത്യേക തണല് ഒരു വിഭാഗത്തിന് കൊടുക്കും, ഒരു വിഭാഗത്തിന് ഒരു പ്രത്യേക തണല്. ആ തണലിനെ കുറിച്ച് നമ്മൾ റസൂല് പഠിപ്പിച്ചത്, അള്ളാഹു പറഞ്ഞു കൊടുത്തത്, റസൂലുള്ളാഹി പഠിപ്പിച്ചത് നമ്മൾ കേട്ടതാണ്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു തആല ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും കിട്ടാത്ത ഒരു ദിവസം പടച്ചവന്റെ ഒരു പ്രത്യേക തണല് കിട്ടും. ആർക്കാ കിട്ടുക? വിശദീകരിക്കുന്നില്ല. ഒന്ന്, ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. നീതിമാനായ ഭരണാധികാരി ആരാ? നീതിമാനായ ഭരണാധികാരി ഒരുപാട് ഭരണാധികാരികൾ കഴിഞ്ഞു. ഗാന്ധിജി പറഞ്ഞു, ഞാൻ കണ്ട നീതിമാനായ ഭരണാധികാരി, നമ്മൾ ആ അഭിപ്രായം സ്വീകരിക്കില്ല, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. എന്തായാലും കാരണം പറഞ്ഞറിയോ? ഉമറിന്റെ കോടതിയിലേക്ക് തെറ്റ് ചെയ്ത ഒരാളെ കൊണ്ടുവന്നു, ശിക്ഷ വിധിച്ചു. ശിക്ഷ വിധിച്ചപ്പോ ഈ കുറ്റവാളി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ വെറുതെ വിട്ടു. സഹാബാക്കൾ ആശ്ചര്യപ്പെട്ടുപോയി, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ശിക്ഷ വിധിച്ച മനുഷ്യൻ പിന്നെയും ക്രൂരത ചെയ്തു, നിങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അവൻ എനിക്ക് വേണമെങ്കിൽ ശിക്ഷിക്കാം, പക്ഷെ ഇനി ഞാൻ കൊടുക്കുന്ന ശിക്ഷ അവൻ ചെയ്ത കുറ്റത്തിന്, നേരത്തെ ചെയ്ത കുറ്റത്തിനാവില്ല. ചിലപ്പോൾ ഞാൻ എന്നോട് ചെയ്തതിന്റെ പ്രതികാരം വിട്ടലായി പോകുമോ, അതിന്റെ പേരിൽ റബ്ബെന്നെ നരകത്തിലിട്ടാൽ വേണ്ട, ആ ശിക്ഷയിൽ നിന്ന് അവൻ പോയിക്കൊള്ളട്ടെ, അത് അനീതിയായി പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞ് വെറുതെ വിട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഗാന്ധിജി പറയാണ്, ഞാൻ കണ്ട നീതിമാനായ ഭരണാധികാരി ഉമറാണ്, ഞാൻ ഇന്ത്യയിൽ സ്വപ്നം കാണുന്നത് ആ ഉമറിന്റെ ഭരണമാണ്. അത് സ്വപ്നം മാത്രമാണെന്ന് വേറെ, പക്ഷേ ഞാൻ കണ്ട സ്വപ്നം അങ്ങനെയാണ് എന്ന് ആ മഹാനായ മനുഷ്യൻ പ്രവചിച്ചത്, പറഞ്ഞത് നമ്മൾ മുമ്പ് കേട്ടതാണ്. ശരി, ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഇമാമുൻ ആദിൽ, തണല് കിട്ടുന്ന ഒരാൾ. രണ്ടാമത്തേതാരാണ്? അള്ളാഹുവിനെ ഓർത്ത് യുവത്വത്തിൽ ഇബാദത്തിൽ മുഴുകിയ ആള്. യുവത്വത്തിൽ ചോരത്തിളപ്പുള്ള സമയം, കൂട്ടുകാരൊക്കെ ഇങ്ങനെ വലിച്ചും കുടിച്ചും അല്ലേ, പലതും രസിച്ചും ആനന്ദിച്ചും നടക്കുമ്പോ നമ്മളിങ്ങനെ സമയമാകുമ്പോ പള്ളിയിൽ പോയി ഇബാദത്തൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഏതായാലും ഒരു രക്ഷയില്ല. രണ്ടു കാലും ഏകദേശം കുഴിയിലേക്ക് നീട്ടിക്കുത്തിരിക്കുമ്പോ മക്കളെ ആ മുസല്ലം കെട്ട് ഇടിക്കുന്ന പറയുന്നതല്ല, നല്ല ചോരത്തിളപ്പുള്ള സമയം, എന്നെ തടയാൻ ആരുമില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരു സമയം. ആ സമയത്തുണ്ടല്ലോ, അള്ളാഹുവിനെ ഓർത്ത് ഇബാദത്തിൽ മുഴുകി ജീവിച്ച യുവാവേ, നിനക്ക് നാളെ ഈ രംഗത്ത് പരലോകമാകുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പ്രത്യേക തണല് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റതാരാ? വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദി, പള്ളിയുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ. അതാണാവാം, പെണ്ണാവാം. റജുൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, പള്ളിയുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ. പിന്നെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഏഴാമത്തെ വിഭാഗമായി പറയുന്നത് വറജുലുൻ, ഒരു മനുഷ്യൻ, ദക്കറല്ലാഹ ഖാലിയ, നിഷ്കളങ്കമായി അല്ലാഹുവിനെ ഓർത്ത ഒരു മനുഷ്യൻ. എന്നിട്ട് ഫഫാലത്ത് ഐനാ, കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. അള്ളാഹനെ ഇങ്ങനെ ഓർത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞ മനുഷ്യൻ. കൂട്ടക്കരച്ചിലല്ല, ഏതെങ്കിലും മൈതാനത്തേക്ക് കൂട്ടി വിളിച്ചിട്ട് കണ്ടില്ല നിങ്ങള്, നട്ടപ്പാതിരാക്ക് കട്ടപ്പാടത്ത് ഒരുമിച്ച് കൂട്ടി
25,000 രാവിനെ പള്ളിയിൽ ഇരിക്കാൻ അവസരം കൊടുക്കാതെ ആ ഇഅ്തികാഫിന്റെ കൂലി നഷ്ടപ്പെടുത്തി തങ്ങളെ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ് കരയുന്ന ഒരു പുരോഹിതന് വേണ്ടി ആമീൻ ചൊല്ലി പൊട്ടിക്കരയുന്ന 10,000 മനുഷ്യന്മാരെ തൃശൂരിന്റെ കൊപ്രക്കളത്തിൽ കാണാൻ കഴിഞ്ഞെങ്കിൽ, മലപ്പുറത്തിന്റെ മേൽമുറിയിൽ കാണാൻ കഴിഞ്ഞെങ്കിൽ, മലപ്പുറത്തിന്റെ ചെട്ടിപ്പടി പെട്ടിപ്പടിയാക്കി മാറ്റി അവിടെ അങ്ങനെ കാണാൻ കഴിഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ആ കരച്ചിലല്ല അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ ഓർത്ത് നിഷ്കളങ്കനായി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ സുഹൃത്ത്, അവനാണ് നാളെ ഒരു തണൽ. ഈ തണലിൽ നമുക്ക് ഉൾപ്പെടണം. ഈ തണലിൽ നമുക്ക് ഉൾപ്പെടണം. അത് കിട്ടണമെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങൾ ഉണ്ടാവണം. ഒരു പെണ്ണ് എന്നെ തിന്മയിലേക്ക് ക്ഷണിച്ചു. ഭംഗിയാർന്ന പെണ്ണ്, എല്ലാം ഒത്തിണങ്ങിയ പെണ്ണ്, ആരും കാണാനില്ലാത്ത നേരത്ത്, ഒരാളും കേൾക്കാനില്ലാത്ത നേരത്ത്, എല്ലാ സാഹചര്യങ്ങളും ഒത്ത സമയത്ത് ഒരു പെണ്ണെന്നെ തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോ സൗന്ദര്യവതിയായ ഈ പെണ്ണിന്റെ ക്ഷണം കേട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ മറുപടി, ഇന്നി യഖാഫുല്ലാ, എനിക്ക് അല്ലാഹനെ പേടിയാണ് പെണ്ണേ എന്ന് പറഞ്ഞ സഹോദരനാ അടുത്ത തണല്. കിട്ടുമോ? നമുക്ക് കിട്ടുമോ? എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പ്രദേശത്ത് വന്നു, ആരും കാണാനില്ല, ആരും കേൾക്കാനില്ല. രാത്രിയുടെ കൂരിരുട്ടിൽ അന്ത്യയാമങ്ങളിൽ ആരും കാണാതെ കേൾക്കാതെ അവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ അനാഥൻ അണ്ടകടാഹങ്ങളുടെ അധിപൻ ഇത് കാണുന്നു എന്ന ബോധമില്ലാതെ തിന്മ ചെയ്യുന്ന സുഹൃത്തുക്കൾ നമുക്ക് പരിചയമുള്ളവരില്ലേ? അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം, അവരോടൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. നാളെ റബ്ബിന്റെ തണല് കിട്ടാതെ പോകുന്ന, റബ്ബിന്റെ കോടതിയിൽ രക്ഷ കിട്ടാതെ പോകുന്ന നരകീയ അഗാധഗർത്തത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥ സഹോദര നിനക്ക് വരാനുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്താൻ നമ്മൾ മറക്കരുത്. ശരി, ആ രംഗം കഴിഞ്ഞ് കിതാബ് നമ്മുടെ കയ്യിൽ തരികയാണ്. ഈ കിതാബ് ഇങ്ങോട്ട് കയ്യിൽ തന്നാൽ, വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടിക്കഴിഞ്ഞാൽ, നല്ല മനുഷ്യന്മാർ പറയുന്ന എന്താരോ, എടോ ഇതിന്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക്. നല്ലവനാണോ എല്ലാവർക്കും കൊടുക്കും കിതാബ് എന്ന്, എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. ഇത് വായിച്ചോ, ഇതെന്റെ പുസ്തകമാണ്, ഇതിന്റെ രേഖയാണ്, എന്റെ റെക്കോർഡാണ്, ഇങ്ങനെ കൊടുക്കും. ഒരു ട്രെയിനിങ് സെന്ററിലൊക്കെ പോയാൽ നല്ല റെക്കോർഡ് തയ്യാറാക്കിയ ആള് എല്ലാവർക്കും കൊണ്ടേ കാണിച്ചു കൊടുക്കും. എങ്ങനെയുണ്ട്? നാളെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ റെക്കോർഡ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, എല്ലാ ആളുകൾക്കും കാണിച്ചു കൊടുക്കുക, ഇത് വായിച്ചോ. എന്നിട്ടോ പറയാ, ഇന്നി വനന്തു അന്നീ മുലാകിൻ ഹിസാബിയ, ഇങ്ങനൊരു വിചാരണ ഉണ്ട് എന്ന് എനിക്ക് മുമ്പേ അറിയായിരുന്നു, അതുകൊണ്ട് എല്ലാവരും വായിച്ചോളൂ. ഇടത് കൈ കിട്ടിയാലോ? ബേക്ക് കൂടി ചില ആളുകൾക്ക് കിട്ടുക, ബേക്കിലൂടെ ഇടത് കൈയിൽ. അവൻ പറയുന്ന വാക്കെന്താ അറിയോ? അമ്മാമന്നൂതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാലിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ഇങ്ങനൊരു ഗ്രന്ഥം കിട്ടാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ, മരണം കൊണ്ടെല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ റബ്ബേ, മരണം കൊണ്ടെല്ലാം തീർന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സമ്പന്നരായ ആളുകൾ പറയുന്നു, മിസ്കീനുകളെ കണ്ടെത്തിയ ആളുകളല്ല, ഫക്കീറുകളെ കണ്ടെത്തിയ ആളുകളല്ല, സ്വതക്കയും സക്കാത്തും നിർവഹിച്ച ആളുകളല്ല, സമ്പത്ത് കെട്ടിപ്പൂട്ടി പാത്തു വെച്ച ആളുകൾ അവിടെ വെച്ച് പറയുന്നു, മാഗ്നാ അന്നീ മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ റബ്ബേ. നല്ല കോടീശ്വരനേനി അങ്ങനെ ഈ സദസ്സുകൊക്കെ വന്ന നമ്മളൊക്കെ ഒന്ന് ബഹുമാനിക്ക്, എണീറ്റിക്കൂ. കാരണം എന്താ? മൂപ്പര് വലിയ ഉഷാറ, നല്ല ആളാ, ഭയങ്കര ബിസിനസ്, നല്ല കഴിവുള്ള ആള്, സാമ്പത്തിക ശേഷിയുള്ള ആള്, ആളുകൾക്കിടയിൽ നല്ല സ്ഥാനം, അല്ലേ? ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ സ്ഥാനം, ഗവൺമെന്റിൽ സ്ഥാനം ഒക്കെ ഉണ്ടായിരുന്നു. അവൻ അവിടെ വെച്ച് പറയാണ്, ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടല്ലോ റബ്ബേ. മാഗ്നാ അന്നി മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ റബ്ബേ. അപ്പൊ അള്ളാന്റെ മറുപടി എന്താരോ? നാട്ടിലല്ല പണക്കാരനില്ലേ, ആളുകളൊക്കെ എന്നോട് ബഹുമാനിച്ചിരുന്നുല്ലേ, എന്നാ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് തരാനാ? അല്ല, അല്ല മലായികത്തോട് ഖുദൂ, പിടിക്കടോനെ, വഗുല്ലു, വലിഞ്ഞു കെട്ടടോനെ, സുമ്മൽ ജഹീമ സ്വല്ലു, നരകത്തിലേക്ക് വലിച്ചെറിയടോ അവനെ. അല്ലാതെന്താ? നരകത്തേക്ക് വലിച്ചെറിയടോ. ഇപ്പോഴല്ല വേവലാതി എന്റെ, ഇപ്പോഴല്ല എന്റെ ആവലാതി, അതിനൊക്കെ സമയം കഴിഞ്ഞു പോയി. പിടിച്ചു വരിഞ്ഞു കെട്ടി നരകത്തിലേക്ക് എറിയൂ. ഏതാ നരകം? ഒരു കല്ല് നരകത്തിലേക്ക് ഇട്ടാൽ 70 വർഷം കഴിഞ്ഞെത്തുന്ന നരകം. നരകത്തിന്റെ ആരാണ്? അള്ള പറയാണേ, നരകത്തിന്റെ ആരാണ് ഈ പറഞ്ഞത്? ഒരു കല്ലങ്ങോട്ട് ഇട്ട ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് കല്ല് നരകത്തിന്റെ അടിയിൽ തട്ടൂന്ന്. ആ നരകം റസൂല് പറയാണ്, വല്ലാഹി, അള്ളയാണ് സത്യം, ലതുംല അന്ന, ആ നരകമുണ്ടല്ലോ അത് നിറയുക തന്നെ ചെയ്യും, അത് നിറക്കുക തന്നെ ചെയ്യും.
ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ കല്ല് അടിയിലെത്തുക. റസൂല് പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ ആ നരകം നിറയൂലാന്ന്? ആ നരകം അല്ല നിറക്കുക തന്നെ ചെയ്യും. അല്ല നരകത്തോട് ചോദിക്കും, നരകമേ നിറയാറായോ? നരകം തിരിച്ചു ചോദിക്കും, അല്ല ഇനിയുണ്ടോ ആള്? നരകം ചോദിക്കും, അല്ല ഇനിയുമുണ്ടോ ആള്? ഈ നരകം ഫുള്ളായി കഴിഞ്ഞാ റബ്ബ് അടപ്പിട്ട് മൂടും. എന്നിട്ട് റബ്ബ് കാൽപാദമെടുത്ത് നരകത്തിന്റെ മേലെ വെക്കും. മതി മതി എന്ന് വിളിച്ചു പറയും. മതി. അല്ല കാല് വെക്കുന്ന പറയുമ്പോ വേറൊന്നും ചിന്തിക്കണ്ട. എത്ര വലിപ്പം ഉണ്ടാവുക കാല്? ചോദ്യം വേണ്ട. അങ്ങനെ പറഞ്ഞാൽ വിശ്വസിച്ചാൽ മതി. ആ മൂടിയുടെ മേലെ കാല് വെച്ച് മതി നരകമേ എന്ന് പറയും. നരകം ചോദിക്കും, ഇനിയുണ്ടോ റബ്ബേ ആള്? ആ നരകത്തിന്റെ ഭിത്തിയിലൂടെ അള്ളിപ്പിടിച്ച് കയറാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. മലായികത്തുകൾ പിടിച്ച് താഴേക്കിടും. ഇതൊക്കെ ഹദീസിൽ വന്നതാ. ജയിലിട്ട ആള് കയറി പോകാൻ ശ്രമിക്കുന്ന പോലെ നരകത്തിന്റെ ഭിത്തി എങ്ങനെ നമുക്കറിയില്ല. അതിന്റെ സൈഡിലൂടെ പിടിച്ച് കയറാൻ നോക്കും. മലക്കൾ പിടിച്ച് വലിച്ച് താഴത്ത് കിടും. എന്താ അവിടെ കത്തുന്നത്? മനുഷ്യനും കല്ലും കത്തുന്ന നരകം. നമ്മുടെ നാട്ടിലേക്ക് അടുപ്പുണ്ടാക്കിയ കല്ലുകൊണ്ടല്ലേ ആ കല്ല് അവിടെ കത്തുന്നത്. വിറക് മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്താൻ സഹായിക്കാൻ അവിടെ മറ്റൊരു വസ്തു ഉള്ളത് കല്ലാണ്. കല്ലും മനുഷ്യനും കത്തുന്ന നരകം. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിലേക്ക് വലിച്ചെറിയാനാ പറഞ്ഞത്. ആ നരകത്തിലേക്ക് വലിച്ചെറിയാൻ എങ്ങനെയായിരിക്കും നരകത്തിൽ ഉണ്ടാവുക? നരകത്തിലെ ആളുകള് പരസ്പരം ചങ്ങലയിൽ കൂട്ടിക്കെട്ടിയിട്ടുണ്ടാവും. ഒരാളെ ചങ്ങലക്കിടല്ല, കുറെ ആളുകളെ ഒരു ചങ്ങലയിൽ കൂട്ടിക്കെട്ടും. ഖുർആനാണ് ഈ പറയുന്നത്, വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ്. ചങ്ങലയിൽ പരസ്പരം കൂട്ടിക്കെട്ടിയ നിലയിലായിരിക്കും അവർ ഉണ്ടാവുക. സറാബീലുഹും മിൻ ഖത്റാനിൻ. ടാറ് കൊണ്ടുള്ള കുപ്പായമായിരിക്കും അവർക്കുണ്ടാവുക. നരകത്തിലെ കുപ്പായം ടാറാണ്. നാട്ടിലൊക്കെ ശരിക്ക് കാണാൻ നമുക്ക് ടാറിൽ കുത്തിയിട്ടാ വിറക് കത്തിക്കല്. റോഡിന്റെ പണി നടക്കുമ്പോ ഇവിടുത്തെ സംവിധാനം ഒന്നും നാട്ടിലില്ല. ഉൾഗ്രാമങ്ങളിലൊക്കെ ചെന്ന ടാറിങ്ങനെ തീ കൊടുത്ത് കത്തിക്കലാണല്ലോ. ശരി, അത് വിറക് കത്തുന്നില്ലെങ്കിൽ ടാറിലാണ് കുത്തും, എന്നിട്ട് കത്തിക്കും. കാരണം വേഗം കത്തും ടാറിൽ കുത്തിയാൽ. ഈ ടാറ് കൊണ്ടുള്ള കുപ്പായമാണ് നരകത്തില്. കുപ്പായം വേണോ നിങ്ങൾക്ക് നരകത്തില്? ഉണ്ടിട്ടോ, ടാറ് കൊണ്ടുള്ള കുപ്പായമാണ്. ആ കുപ്പായം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് ടാറിന്റെ കുപ്പായം തന്ന എന്തായിരിക്കും അവസ്ഥ? അല്ല പറയാണ്, സറാബീലുഹും മിൻ ഖത്റാനി. ടാറ് കൊണ്ടുള്ള കുപ്പായമായിരിക്കും അവിടെ ഉണ്ടാവുക. അത് ചെറുതല്ല, നീളം കുപ്പായമായിരിക്കും. വതഖ്ശാ വുജൂഹുമുൻ നാർ. ആ കുപ്പായം അണിയുന്നതോടുകൂടി മുഖത്തെ കൂടി തീയാളി കത്തി കരിച്ചു കളയും. കരിഞ്ഞങ്ങോട്ട് പോവില്ലേ? നാ മരിക്കോ ഇല്ല, ജീവിക്കാൻ അനുവദിക്കോ ഇല്ല. രണ്ടുമില്ലാത്തൊരവസ്ഥ. നരകത്തിൽ കടന്നിങ്ങനെ പെടയാൻ. ഇതൊന്നാണ് നരകത്തിലെ കുപ്പായം. ഈ നരകത്തിലെ വെള്ളം എന്താ അറിയോ? നരകത്തിൽ കടന്നിങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പടച്ചോനോട് നരകത്തിലെ ആളുകൾ പറയാം, റബ്ബേ നീ കാരുണ്യവാനാണല്ലോ, നീ കരുണാനിധിയാണല്ലോ റബ്ബേ, ഞങ്ങൾ നരകത്തിലാണ്, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, കുറ്റം ചെയ്തു പോയി, ഞങ്ങൾക്ക് രക്ഷയില്ല. എങ്കിലും കുടിക്കാൻ കുറച്ച് വെള്ളം തന്നൂടെ റബ്ബേ, കുടിക്കാൻ കുറച്ച് വെള്ളം തന്നൂടെ. ഈ നരകത്തിൽ, ചുട്ടുപൊള്ളുന്ന നരകത്തിൽ, ഇവിടുത്തെ ചൂടിന്റെ 70 ഇരട്ടി ചൂടുള്ള നരകത്തിൽ റബ്ബേ ഞങ്ങൾ കടന്ന് വെന്തുരുകി ഒലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, കത്തിക്കരിഞ്ഞ് ചാമ്പലായി ഞങ്ങൾ പോകുന്നില്ലല്ലോ റബ്ബേ. ഈ നരകത്തിൽ കടന്ന് പടയുന്ന സമയത്ത് മനുഷ്യൻ പറയാണ്, റബ്ബേ കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ നാഥ, കുറച്ച് വെള്ളം കുടിക്കാൻ തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോ റബ്ബ് മലക്കുകളോട് പറയും, കൊടുക്കടോ അവന് വെള്ളം കുടിക്കാൻ. ഏതാ വെള്ളം? പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിൽ ആ വെള്ളത്തെ പറ്റി പറയാ, മിൻ വറാഇഹി ജഹന്നം യുസ്കാ മിൻ മാഇൻ സദീദ്. അതാണ് വെള്ളത്തിന്റെ പേര്. ശരിക്കും പഠിച്ചു വെച്ചോ. ഇതൊക്കെ കേട്ടിട്ട് കേട്ടോ, പറയുന്നത് ആരാവട്ടെ, കേൾക്കുന്നത് ഖുർആന്റെ ആയത്തല്ലേ ആണ്. ഇത് കേട്ടിട്ട് ഇനി നിങ്ങളൊരു തിന്മയിലേക്ക് പോകാനാണ് തീരുമാനിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവർ, ഈ വെള്ളത്തിന്റെ പേര് ആ തിന്മയിലേക്ക് പോകുന്ന നേരത്തൊന്ന് ഓർക്കുക. വെള്ളത്തിന്റെ പേര് പഠിക്കണം നമ്മൾ. മാഉൻ സദീദ്. എന്താ അതിന്റെ അർത്ഥം? നീര്, ചലം, ചോര. ഇത് മൂന്നും കൂടിക്കലർന്ന് നരകത്തിന്റെ, ചില തഫ്സീറിൽ പറയുന്ന നരകത്തിന്റെ വൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കും ഈ വെള്ളം. നരകത്തിനുണ്ട് കുറെ ഉണ്ട്. ലള, ഹുത്തമ, വൈല്, സക്കർ, നാറ്, ജഹീം, ജഹന്നമ്, ഇതൊക്കെ നരക. ഇതൊന്നും ഒരു നരകമല്ല, നരകങ്ങളാണ്. വൈൽ എന്നതും നരകമാണ്. ആ ഭാഗത്ത് നരകത്തിൽ കിടക്കുന്ന കോടാനുകോടി മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോരയും നീരും ചലവും അത് കൂടിക്കലർന്ന് മഞ്ഞ നിറത്തിലുള്ള തിളച്ചു മറിയുന്ന വെള്ളം കോരി മലക്കുകൾ ഇവന്റെ തൊണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കും. എനിക്ക് വെള്ളം വേണല്ലേ, തരാം. കാരുണ്യവാനായ നാഥനെ, ആ കരുണയ്ക്ക് ഇവിടെ ഉള്ളൂ. ഇവിടെ എല്ലാം നൽകി
എന്ത് റബ്ബടോ എന്ന് ചോദിച്ചവൻ, എന്ത് പടച്ചോനടോ എന്ന് ചോദിച്ചവന് വെള്ളം കൊടുത്തില്ലേ റബ്ബ്? ആരോഗ്യം കൊടുത്തില്ലേ റബ്ബ്? പടച്ചോൻ ഇല്ല എന്ന് പറഞ്ഞവന് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തില്ലേ റബ്ബ്? എല്ലാം കൊടുത്തു. അതുകൊണ്ട് അവിടുന്ന് കാരുണ്യമില്ല, തിന്മ ചെയ്തവരോട് കാരുണ്യമില്ല. അവിടെ വെച്ച് പടച്ച തമ്പുരാനായ നാഥൻ പ്രിയപ്പെട്ടവരെ വെള്ളം ചോദിക്കുമ്പോൾ കൊടുക്കുന്ന വെള്ളം ഈ ചോരയും നീരും ചലവും കറന്ന വെള്ളമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ കുടിക്കാൻ കുറച്ച് വെള്ളം നമ്മുടെ ഭാര്യ തന്നാലേ നമ്മളിങ്ങനെ നോക്കും. ഒരു കറുത്ത പുള്ളി കണ്ടാൽ കുടിക്കുമോ നമ്മള്? ഒരു കറുത്ത വറ്റ് കണ്ടാൽ ഭക്ഷണം കഴിക്കുമോ നമ്മള്? എടുത്തിടലില്ലേ? നാളെ എങ്ങാനും ഇതൊക്കെ കേട്ടിട്ടും നരകത്തിലേക്ക് പോകാനാണ് നമുക്ക് ദൗർഭാഗ്യം കിട്ടുന്നതെങ്കിൽ അവിടെ കുടിക്കേണ്ട വെള്ളമാണ് മാഉൻ സ്വദീദ്, നരക കോടികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോരയും ചലവും നീരും കലർന്ന വെള്ളം. അത് കുടിക്കേണ്ടി വരും. ചോദിച്ചാ പിന്നെ ഒരു രക്ഷയില്ല. കുടിപ്പിക്കും എന്നാ പറഞ്ഞത്. കുടിപ്പിക്കും. അള്ളാഹുവിന്റെ മലായികത്തുകൾ കുടിപ്പിക്കും. ശരി, തൊണ്ടേക്കം കൂടെ ഒഴിച്ചു തരും. യതജറഉഹു വലാ യകാദു യുസീഉഹു. തൊണ്ടേക്ക് ഒഴിച്ചു തരും. ഇറക്കാൻ നോക്കും. കിട്ടിയ വെള്ളം ഇതാണെങ്കിൽ ഇത് കുടിക്കാൻ നോക്കും, പക്ഷേ തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. ഇതങ്ങോട്ട് ഒഴിച്ചു തരുമ്പോ വയതീഹിൽ മൗതു, മരണം ഇങ്ങനെ വരും. മരണവേദന അനുഭവിച്ചത് അന്ന് ഓർമ്മ വരും. എല്ലാ ഭാഗത്തുനിന്നും മിൻ കുല്ലി മക്കാനിൻ, എല്ലാ ഭാഗത്തുനിന്നും മരണം ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത് പോലെ അവന് തോന്നും. എന്താ സംഭവിച്ചത്? വെള്ളം കുടിക്കാണ്. വമാ ഹുവ ബിമയ്യിത്ത്, പക്ഷെ മരിക്കൂല കേട്ടോ, മരിക്കൂല കേട്ടോ. അല്ല പറയാം, മരിക്കാൻ ഒരിക്കലും കഴിയില്ല അവിടെ. എന്നാ ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ നിങ്ങൾ? അല്ല, വമിൻ വറാഇഹി, അതിന്റെ പിന്നാലെയായി അദാബുൻ ഖലീൽ, അതിനേക്കാൾ കഠോരമായ ശിക്ഷ വേറെ അതിന്റെ പിന്നാലെ വരും. ഇതാപ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് ആരും വിചാരിക്കണ്ട. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ തീ കൊണ്ടുള്ളൊരു ചെരുപ്പാണ്. ഏറ്റവും ചെറിയ ശിക്ഷ തീ കൊണ്ടുള്ളൊരു ചെരുപ്പ്. അതങ്ങട്ട് അണിഞ്ഞ അതേ സ്പോട്ടിൽ അതേ സമയം തലച്ചോറ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ഒരു തീ കൊണ്ടുള്ള ചെരുപ്പ്. ആ ചെരുപ്പ് അണിഞ്ഞ അതേ സെക്കൻഡിൽ അവന്റെ തലച്ചോറ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും ആലങ്കാരികമായിട്ട് പറയല്ല റബ്ബ്. പേടിക്കാൻ, ഭയപ്പെടാൻ, നാളെ സ്വർഗത്തിലെത്താൻ, നരകത്തിൽ നിന്ന് മുക്തി നേടാൻ, മോചനം നേടാൻ പരിശ്രമിക്കാൻ വേണ്ടി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന വചനാണ്. ശരി, വെള്ളായി, വസ്ത്രായി, ഭക്ഷണം വേണോ? അതും തരാം. അവിടെ നിങ്ങൾക്ക് സക്കൂം എന്ന വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൽ ഒരു കായുണ്ട്. ആ കായ്ക്കനി നിങ്ങൾക്ക് തിന്നാൻ തരും. ആ മരത്തെ കുറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നഹാ ഷജറ, അതൊരു മരമാണ്. തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, അത് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് ആ മരം പൊട്ടിമുളക്കുന്നത്. തീയിലെങ്ങനെ മരം ഉണ്ടാവല്ലേ? അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് പ്രിയപ്പെട്ടവരെ. നരകത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു മരം, അതിന്റെ കൊമ്പുകൾ പിശാജിന്റെ തലയെ പോലെയായിരിക്കും. അതിന്റെ കായ്ക്കനികൾ പിശാചുക്കളുടെ ശൈത്താന്മാരുടെ തല പോലെ ഉണ്ടാവും. അത് നിന്റെ തൊണ്ടയിലേക്ക് വെച്ചു തരും. ശരി, 4. അഞ്ചാമത്തെ കാര്യം, നരകത്തിലൊരവസ്ഥ നമുക്കുള്ളതാണിത്. ആർക്ക്? ഈ പറയുന്ന എനിക്കും ഈ കേൾക്കുന്ന നിങ്ങൾക്കും നരകത്തിലെങ്ങാനും പോവാൻ ദൗർഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്നൊരവസ്ഥ. ഇതാർക്കാണെന്നറിയോ? ക്ലാസ് എടുത്തവർക്ക്, ദഅവത്ത് നടത്തിയവർക്ക്. എന്നാ നീ നടത്തണ്ടെന്ന് തീരുമാനിക്കണ്ട. ഇനി ഞാൻ ദഅവത്തിന് ഇല്ലാന്ന് തീരുമാനിക്കുക അല്ല. പറയാതിരിക്കാൻ പറ്റൂല. പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ദഅവത്ത് നടത്താതിരിക്കാൻ പറ്റില്ല. ഭാര്യയോടെങ്കിലും നിസ്കരിക്കണം എന്ന് പറഞ്ഞവരാ നമ്മള്. മക്കളോടെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞവരാ നമ്മള്. അതുകൊണ്ട് മൗലവിമാർക്കുള്ള ആയത്താന്ന് വിചാരിക്കണ്ട. ആരൊക്കെ ഉപദേശിച്ചിട്ടുണ്ടോ അവരൊക്കെ അതിൽ പെടും. എന്താ സംഭവം എന്നറിയോ? ഒരു കഴുത ആട്ടുകല്ലുണ്ടല്ലോ, അതിങ്ങനെ ആട്ടിക്കളിക്കുന്നത് പോലെ, ആട്ടുകല്ല് സംവിധാനം എങ്ങനെയാണോ അതുപോലെ ചില മനുഷ്യന്മാർ നരകത്തിൽ കൊടൽമാലകൾ പുറത്തു ചാടി. കൊടൽമാല എന്നൊക്കെ പറയുമ്പോ കാണാൻ മാത്രം ഉണ്ടാവോ? ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അടുത്ത ഹദീസ് പറയുമ്പോൾ മനസ്സിലാവും കാണാൻ മാത്രം ഉണ്ടാവോ ഇല്ലേ. കൊടൽമാലകൾ പുറത്തു ചാടി ഒരു മനുഷ്യനെ നരകത്തിലൂടെ കറക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നരകത്തിലെ ആളുകൾക്ക് തന്നെ ഇത് സഹിക്കാൻ കഴിയുന്നില്ല. നരകത്തിലെ ആളുകൾ, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിലെ ആളുകൾ ഇവന്റെ ചുറ്റും കൂടും. അവനോട് ചോദിക്കാണ്, യാ ഫുലാൻ മാലക്, ഈ മനുഷ്യ അനക്ക് എന്ത് പറ്റി? ഇവർ ചോദിക്കുക, നരകത്തിലെ ആളുകൾ ചോദിക്കുക, യാ ഫുലാൻ മാലക്, മനുഷ്യ നിനക്ക് എന്ത് പറ്റി? അലം തകുൻ തഅ്മുറു ബിൽ മഅറൂഫ് വതൻഹാ അനിൽ മുൻകർ, നീ നാട്ടില് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്ത് വയലു പറഞ്ഞ ആളല്ലേ? ഈ ഷെയ്ഖല്ലായിരുന്നോ? ഈ ഹോജയല്ലായിരുന്നോ? മൗലവി അല്ലായിരുന്നോ? മുസ്ലിയാരല്ലായിരുന്നോ? മൊല്ലാക്കയായിരുന്നില്ലേ? ഇസ്ലാഹി പ്രവർത്തകനായിരുന്നില്ലേ? അല്ലേ? ദഅവത്തിന് വേണ്ടി രാവും പകലും ഓടി നടന്നവനല്ലേ? നോട്ടീസുകൾ പിടിച്ചു നടന്നവനല്ലേ? യാ ഫുലാൻ മാലക്, നിനക്ക് എന്ത് പറ്റി മനുഷ്യ? ആരാ ചോദിക്കുന്നത്? നരകനിവാസികൾ. അപ്പൊ പറയാണ് ബല ഖാല, അവൻ പറഞ്ഞു ബല, നിങ്ങൾ പറയുന്നതൊക്കെ ശരി,
പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താ സംഭവം എന്നറിയോ? ഖദ് കുൻതു ആമുറു ബിൽ മഅറൂഫ്, ഞാൻ നന്മ ഒരുപാട് ആളുകളോട് കൽപ്പിച്ചു, പക്ഷെ ഫലാ ആതി, ഞാനത് ചെയ്യാറില്ല. വ അൻഹാനിൽ മുൻകർ, ഞാൻ തിന്മ വിരോധിക്കുന്നവനായിരുന്നു. വ ആതി, അത് ഞാൻ ചെയ്യുകയും ചെയ്തു. ഞാൻ തിന്മ വിരോധിക്കുന്നവനായിരുന്നു, പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ആ തിന്മ മാറ്റി വെച്ചിട്ടില്ല. ഞാൻ നന്മ കൽപ്പിക്കുന്നവനായിരുന്നു, പക്ഷെ നന്മ ഞാൻ ചെയ്യുന്നവനായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. ശരി, 6ാമത്തെ രംഗം നരകത്തിലെ ഒരു കിടക്കുന്ന മനുഷ്യന്റെ പല്ല് എത്ര വലിപ്പമുണ്ടാവും? നരകത്ത് കിടക്കുന്ന മനുഷ്യന്റെ പല്ല്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാറിയോ? നരകത്തിലെ അനുഭവം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും സഹിക്കാനാവാത്തതാണ്. നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു പല്ല്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ളിർസുൽ കാഫിർ, സത്യനിഷേധിയുടെ പല്ല്, അണപ്പല്ല്, അത് മിസ്ലു ഉഹുദ് മലയോളം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ പല്ല്, ഒരൊറ്റപ്പല്ല് ഉഹുദ് മലയോളം ഉണ്ടാകും. മാത്രമല്ല അവന്റെ തൊലി, അവന്റെ ത്വക്ക്, ഈ തൊലിയാണല്ലോ വേദന തരുന്നത്. ഈ ത്വക്ക് ഇതിനത്ര കട്ടിയുണ്ടാകും. അതും ഹദീസിൽ വന്നു. എവിടെ വന്ന്? വഗിലു ജിൽദിഹി, അവന്റെ ഒരു മനുഷ്യന്റെ തൊലിയുടെ കട്ടി, അതിന്റെ ഖനം, അത് മസീറത്തു സലാസ്, 3 ദിവസം യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ടാകും. ഒരു മനുഷ്യന്റെ തൊലിയുടെ കട്ടി 3 ദിവസം യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ടാകും. എത്രയാണ് ആ കട്ടി? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊടൽമാലകൾ പുറത്തു ചാടുന്നു. അപ്പൊ ചാടാൻ മാത്രം ഉണ്ടാവും. 3 ദിവസം യാത്ര ചെയ്താലേ ഒരു മനുഷ്യന്റെ തൊലിയുടെ കട്ടി തീരുകയുള്ളൂ. അവന്റെ പല്ല് ഉഹുദ് മലയോളം ഉണ്ടാകും. ഇനി കേൾക്കണോ നിങ്ങൾക്ക്? അവന്റെ ചുമലുകൾ, അവന്റെ 2 ചുമലുകൾക്കിടയിലുള്ള സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മാ ബൈന മൻകിബയിൽ കാഫിരി ഫിന്നാർ, നരകത്തിൽ കിടക്കുന്ന സത്യനിഷേധിയുടെ ചുമലുകൾക്കിടയിലുള്ള സ്ഥലം സലാസത്തിൻ അയ്യാമിൻ, മസീറത്തു സലാസത്തി അയ്യാമിൻ, 3 ദിവസം യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ടാകും. ലിറാക്കിബിൽ മുസ്രിഅ, അതിവേഗത്തിലോടുന്ന ഒരു വാഹനത്തിന്. 2 ചുമലുകൾക്കിടയിലുള്ള ദൂരത്തിനെ അതിവേഗത്തിലോടുന്ന ഒരു വാഹനത്തിന് 3 ദിവസം യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ടാകും. അവന്റെ ഇരിപ്പിടം എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? അപ്പൊ ഒരു നരകത്ത് കിടക്കുന്ന ഒരാൾക്കുള്ള സ്ഥലം ഈ പറഞ്ഞത്. അപ്പൊ എത്ര വേണ്ടി വരും ഓന്റെ സ്ഥലം? എന്നിട്ട് പറയാ റസൂല്, ഒരാൾക്കുള്ള സ്ഥലം മാ ബൈന മക്ക വൽ മദീന, മക്കക്കും മദീനക്കും ഇടയിലുള്ള സ്ഥലം ഒരാൾക്ക് വേണ്ടി ഉണ്ടാകും നരകത്തിൽ. ഈ നരകത്തിൽ കിടന്ന് കുടൽമാലകൾ പുറത്തു ചാടി അവൻ വലിച്ചേക്കപ്പെടുന്ന ഒരവസ്ഥ നാളെ വരാനിരിക്കുന്നു. ഇന്ന് രക്ഷപ്പെടേണ്ടേ സഹോദരന്മാരെ? നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് രക്ഷപ്പെടില്ല, കൊതിച്ചത് കൊണ്ട് രക്ഷപ്പെടില്ല, ആഗ്രഹിച്ചത് കൊണ്ട് രക്ഷപ്പെടില്ല. ഞാൻ SSLCക്ക് റാങ്കുകാരനാവണമെന്ന് ആഗ്രഹിച്ചവർക്ക് റാങ്ക് കിട്ടിയിട്ടില്ല. പരിശ്രമിച്ചവർക്കേ കിട്ടൂ, അല്ലേ? അധ്വാനിച്ചവർക്കേ കിട്ടൂ. ചില കുട്ടികളുടെ റിസൾട്ട് വരുമ്പോ അമ്മ പറയും, എനിക്ക് ആദ്യം അറിയാവാൻ തോൽക്കുന്നു. എന്തേ കാരണം? പരിശ്രമിച്ചിട്ടില്ല. ചില രക്ഷിതാക്കൾ റാങ്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അധ്വാനിച്ചിട്ടുണ്ട്. അധ്വാനിച്ചവർക്കാണ് സ്വർഗം. ഞാനും നിങ്ങളും കഷ്ടപ്പെട്ടതിനുള്ള കൂലിയല്ല സ്വർഗം, അല്ല, അതിനുള്ള കൃത്യമായ കൂലിയല്ല സ്വർഗം. അള്ളാന്റെ സമ്മാനമാണ് സ്വർഗം. അള്ളാഹ് സമ്മാനം തന്നിട്ടില്ലെങ്കിൽ പടച്ചോനെ കൊണ്ടാന്ന് പറയാൻ നമ്മൾ ഒന്നുമില്ല. നമ്മൾ എന്താ ചെയ്തത്? ഇത്ര ഭാഗം മണ്ണിൽ ഇറക്കി നിർത്തിയിട്ട് സഹാബാക്കളുടെ തല 2ആയി പിളർന്നു. കുഴി അങ്ങോട്ട് കുഴിച്ചിട്ട് അതിലിറക്കി നിർത്തി മണ്ണിട്ട് മൂടി, തല മാത്രം പുറത്തു കാണിച്ച് ഈർച്ചവാളുകൾ കൊണ്ട് 2ആയി പിളർന്നു ഈ തല. എന്താ അവർ ചെയ്ത തെറ്റ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പറഞ്ഞു. സുമയ്യ റളിയല്ലാഹു അൻഹയെ ഈത്തപ്പനയിൽ കെട്ടിയിട്ട് ചുട്ടുപഴുത്ത കമ്പി കൊണ്ടുവന്ന് നാഭിയിലൂടെ കുത്തിക്കയറ്റി കമ്പിയുടെ ഒരു ഭാഗം മറുഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട് ചോര വാർന്നൊലിച്ച് പിടഞ്ഞു മരിച്ചു. കേട്ടതല്ലേ നമ്മള്? ആ സമയത്ത് പറഞ്ഞു, ശത്രുക്കളെ നിങ്ങൾക്ക് എന്നെ പീഡിപ്പിക്കാം, പക്ഷെ റബ്ബിന്റെ നരകമുണ്ടല്ലോ, നിങ്ങൾ ഏൽപ്പിക്കുന്ന ഈ കമ്പിയുടെ ചൂടിൻ നരകം വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. പിടഞ്ഞ് രക്തം വാർന്നൊലിച്ച് പിടഞ്ഞു മരിച്ച 1ാമത്തെ വനിത സുമയ്യ റളിയല്ലാഹു അൻഹ പോകുന്ന സ്വർഗം. ആ സ്വർഗത്ത് പോകാൻ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? ഇതിങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അൽക്കൂസിന്ന് ഇറങ്ങി പോവുക. ഇപ്പൊ റോട്ടിൽ ഒരാൾ നിന്നിട്ട് ഇയൊക്കെ ഇവിടുത്തെ ഇസ്ലാഹി പ്രവർത്തകനാണെന്ന് ചോദിച്ചിട്ട് ഒരു സേഫ്റ്റി പിന്നും പിടിച്ച് ഇങ്ങനെ കണ്ണിന് നേരെ ചൂണ്ടിയിട്ട് ഇയൊക്കെ ഇവിടുത്തെ ഇസ്ലാഹി പ്രവർത്തകനാ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിലിങ്ങനെ പോയപ്പോൾ കയറി നോക്കിയതാ എന്ന് പറയാനുള്ള ഈമാനെ നമുക്കുള്ളൂ. പോവും നമ്മൾ സ്വർഗത്തില്? ചിന്തിക്കണം. ഈ ഭാഗം കുയിലിറക്കി നിർത്തി തല 2ആയി പിളർന്നപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ച സഹാബാക്കൾ
ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ മലർത്തിക്കടത്തി പാറക്കല്ലുകൾ നെഞ്ചത്ത് കയറ്റി വെച്ച് കാലുകളിൽ കയറിട്ട് കുട്ടികൾ കളിക്കാൻ കൊടുത്തപ്പോ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച അമ്മാർ, യാസിർ, ബിലാൽ റളിയല്ലാഹു അൻഹും ഇവർ പോകുന്ന സ്വർഗം. ഈ സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മൾ കൊതിക്കുന്നത്. ഇവർ വെറുത്ത നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവും പ്രാപ്തിയും നമുക്കുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ പെട്ടുപോയാൽ അവസാനമായി റബ്ബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെ ചോദിക്കാന്നറിയോ? ഇടയാളന്മാരെ വെച്ചുകൊണ്ട്. നേരിട്ട് അള്ളാഹിനോട് ചോദിച്ചിട്ട് അള്ളാഹ് സ്വീകരിക്കണില്ല. അപ്പോ നരകത്തിലെ ആളുകളോട് വന്നിട്ട് പറയാണ്, എടോ ഈയൊക്കെ നാട്ടിൽ ഞങ്ങളെ ഉപദേശിച്ചവനല്ലേ, ഒന്ന് പറഞ്ഞു നോക്കൂ, അള്ളാഹിനോട് വല്ല ശിക്ഷയും കുറച്ചു തരാൻ പറ്റുമോ നിനക്ക്? ഇപ്പൊ ഇവര് നേതാക്കന്മാർ പറയാ, നമുക്കൊരു രക്ഷയില്ല മക്കളെ. ആരാ പറയാന്നറിയോ? നരകത്തിൽ വെച്ച് പറയും, റബ്ബേ ഞങ്ങൾ ഈ നേതാക്കന്മാരെ കണ്ട് സ്വീകരിച്ചതാണ്, ഈ ഷെയ്ഖുമാരും ഹോജമാരും പറയുന്ന സത്യം ഞങ്ങൾ വിചാരിച്ചു പോയി റബ്ബേ, അതുകൊണ്ട് ഇവർക്ക് ഇരട്ടി കൊടുക്കണേ റബ്ബേന്ന്. അപ്പൊ അള്ളാഹ് പറയാ, ഓൽക്കും നിങ്ങൾക്കും ഇരട്ടിയുണ്ട്, ഓൽക്കും നിങ്ങൾക്കും ഇരട്ടിയുണ്ട്, അവർ നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടില്ലേ? എന്നിട്ട് ഇവർ പറയണേ, നേതാക്കന്മാരോട് പോയി പറയണേ, എന്തെങ്കിലും ഒരു ഇളവ് അള്ളാഹിന് വാങ്ങിത്തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന്. ഇവര് വിചാരിച്ചു ഇവിടെ അങ്ങനെയായിരുന്നല്ലോ നാട്ടില്, എന്തെങ്കിലും പ്രശ്നമുണ്ടായ രാഷ്ട്രീയക്കാരനെ പോയി കാണാൻ. അതേപോലെ നരകത്തില് നേതാവായി നാട്ടിൽ നല്ല ഉഷാറായി നടന്ന ആളോട് പറയും, വല്ല ഇളവും വാങ്ങിത്തരാൻ പറ്റുമോ? അവര് പറയും, എന്താണ് എന്റെ കഥ, ഇത് അള്ളാഹ് വിധിച്ചതാ, മിണ്ടാതെ കടന്നോ, ഒരു രക്ഷയില്ല. അപ്പോ പിന്നെ മലക്കിന്റെ അടുത്തേക്ക് ചെല്ലൂ, പാറാവുകാരായ മലായിക്കത്തിന്റെ അടുത്തേക്ക് ചെല്ലൂ. എന്നിട്ട് മലക്കോട് പറയുന്ന രംഗം ഖുർആൻ പറയാ, വഖാലല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നമ, നരകത്തിന്റെ പാറാവുകാരോട് നരകത്തിലുള്ള ആളുകൾ ചോദിക്കുന്ന രംഗം. എന്താ ചോദിക്കുന്നത്? ജഹന്നമ ദുഉ റബ്ബക്കും, ആ നരകത്തിൽ കടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ പറയുന്നു, ദുഉ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോടൊന്ന് പറഞ്ഞു നോക്കുമോ, യുഖഫിഫു അന്നാ യൗമൻ മിനൽ അദാബി, ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് ഒരു ദിവസമെങ്കിലും കരയിലേക്കൊന്ന് കയറ്റി തരാ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുവോ? എത്ര ദിവസം? ഒരൊറ്റ ദിവസം. മലക്കോട് പറയാ, ഒരു ദിവസം നരകത്തുനിന്ന് ഒന്ന് കര കയറ്റി തരാൻ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുവോ മലക്കളോട്, അള്ളാഹിനോട്. അപ്പൊ ഈ മലക്കൾ ചോദിക്കാണേ, ഒറ്റ ദിവസം മതിയോ? ആ മതി, അതൊന്ന് പറഞ്ഞു നോക്കോ നിങ്ങള്, ഞങ്ങൾ വല്ലാത്ത അനുഭവത്തിലാണ്. അപ്പൊ മലക്കൾ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഖാലു, അവർ പറയും, അവലം തകു തഅതീകും റസുലുകും ബിൽ ബയ്യിനാത്ത്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുമായി പ്രവാചകന്മാർ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? ഖാലു, അവർ പറയും, ബലാ, ഞങ്ങൾക്ക് പ്രവാചകന്മാരും താക്കീതുകാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മലക്ക് പറയാ, ഖാലു, അങ്ങനെയാണെങ്കിൽ ഫദ്ഉ, നിങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി. പറഞ്ഞുതരാൻ ആള് വന്നിട്ടുണ്ടില്ലേ, നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചോളൂ. എന്നിട്ട് മലക്കൾ ഉടനെ പറയും, വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, അക്രമികളുടെ കാഫിരീങ്ങളുടെ പ്രാർത്ഥന വഴികേടിലാണ്, അത് അല്ലാഹ് സ്വീകരിക്കൂല, നിങ്ങൾ പ്രാർത്ഥിച്ചോളി. ഒരൊറ്റ ദിവസമാണ്. നമ്മൾ ഒരു ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെടുത്ത് ഒരു ദിവസമല്ലേ, ഒരു ദിവസം തന്നെ 50,000 കൊല്ലാണ്. ഇവിടുത്തെ 50,000 വർഷം. എനിക്ക് മുജാഹിദോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷിർക്ക് ചെയ്താൽ നരകം ഉറപ്പാ. ശരി, ഷിർക്കിനെതിരെ പോരാടുന്നവരാ നമ്മള്, ജാറത്തിനെതിരെ അല്ലേ, ജാറം തട്ടി നിരപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മള്. പക്ഷെ നമുക്കതിനുള്ള സ്വാധീനങ്ങളില്ല, നമുക്കതിനുള്ള ശക്തി അള്ളാഹു ചിലപ്പോൾ നൽകിയിട്ടുണ്ടാവില്ല. അത് നൽകിയ ഭരണകൂടങ്ങൾക്ക് അത് ചെയ്യാൻ അലി റളിയല്ലാഹുവിനോട് റസൂൽ ഉപദേശിച്ചത് അതായിരുന്നു, അലി, നീ പോകുമ്പോ ശ്രദ്ധിക്കണം ഒരു കാര്യം. എന്താ? ഒരൊറ്റ ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ കബറും താട്ടി സമമാക്കാതെ വിടരുത് എന്നാ പറഞ്ഞത്. താട്ടി സമമാക്കാതെ വിടരുത് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളത്, ചില ആളുകളോട് ഭരണം കിട്ടാനല്ല നിങ്ങൾ പണിയെടുക്കേണ്ടത്, ആദ്യം ഷിർക്കും തൗഹീദും പഠിപ്പിച്ചു കൊടുക്കി. ഇവിടെ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ കിട്ടിയാലുള്ള അവസ്ഥ എന്താ? എല്ലാരും മന്ത്രിയാക്കേണ്ടി വരും, എല്ലാവർക്കും പ്രാതിനിധ്യം വേണമല്ലോ. അപ്പോ സുന്നി മന്ത്രി പറയും, എന്ത്, ജാറല്ലാത്ത സ്ഥലത്തൊക്കെ നല്ല അലങ്കരിച്ച ജാറങ്ങൾ ഉണ്ടാക്കണം. മുജാഹിദിന്റെ മന്ത്രി പറയും, പഴയ ജാറങ്ങളൊക്കെ തട്ടി സമമാക്കി നിരപ്പാക്കണം. ജമാഅത്തിന്റെ മന്ത്രി പറയും, നിങ്ങൾ തട്ടിയാലും വേണ്ടില്ല പൊന്തിച്ചാലും വേണ്ടി, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇതല്ല ആദ്യം പറയേണ്ടത്. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട എന്താ? ജാറം അത് അനിസ്ലാമികമാണെന്ന് പഠിപ്പിക്കണം. നഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചു, അൻ യുജസ്സസൽ ഖബറു, ഖബർ കുമ്മായം അടിക്കുന്നത്, വ അൻ യുഖഅദ അലൈഹി, അതിന്റെ മേലെ കയറിയിരിക്കുന്നത്, വ അൻ യുബ്ന അലൈഹി, അതിന്റെ മേലെ കെട്ടിയുണ്ടാക്കുന്നത് റസൂലുള്ളാഹ് നിരോധിച്ചു. എന്നിട്ട് മരിക്കാൻ നേരത്തെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ, അല്ലാഹുവേ
ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. പടച്ചവനെ, എന്റെ ഖബർ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ. അല്ലാഹുവേ, നീ എന്റെ ഖബറിനെ ഉത്സവ പറമ്പാക്കി മാറ്റരുത്. നമ്മുടെ നാട്ടിൽ കൊണ്ടോട്ടി ഉത്സവം, പട്ടാമ്പി ഉത്സവം, കാസർഗോഡ് ഉത്സവം, അപ്പവാണി നേർച്ചോത്സവം, കണ്ണപ്പം, കയ്യപ്പം, കാലപ്പം, മൂക്കപ്പം, വിരലപ്പം കൊടുക്കുന്ന ഉത്സവം അല്ലേ? എല്ലാ ഉത്സവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് റസൂൽ പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഖബർ ഒരിക്കലും പടച്ചവനെ ഉത്സവപ്പറമ്പാക്കി മാറ്റല്ലേ റബ്ബേ. ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷപ്പെട്ടവരാണ്. അതിൽ നമ്മുടെ കുടുംബത്തെ കൂടി രക്ഷിക്കണം. ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ. നിങ്ങളുടെ സ്വന്തം തടി നരകത്തിൽ നിന്ന് കാക്കുന്നത് പോലെ കുടുംബത്തെ കൂടി ആ നരകത്തിൽ നിന്ന് കാക്കാൻ പരിശ്രമിക്കണം. അതുകൊണ്ട് ജ്യേഷ്ഠൻ ഇവിടെ ഉണ്ടാവും ഈ നാട്ടില്. ജ്യേഷ്ഠനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അനിയൻ ഇസ്ലാഹി സെന്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ദഅവത്ത് കാര്യങ്ങളിൽ ഇടപെട്ട് തൗഹീദ് എന്താന്ന് മനസ്സിലാക്കി ജീവിക്കുകയാണ്. ജ്യേഷ്ഠനോട് പറയാൻ പേടി. ഒരു പേടിയും പേടിക്കണ്ട, പറയണം. ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു പൊട്ടക്കിണറ്റിലേക്കാന്ന് കണ്ടാൽ ആ കുട്ടിയെ പിടിക്കുന്നതല്ലേ ധർമ്മം? ഒരു അന്ധൻ നടന്നു പോകുന്ന ഒരു പടുകുടിയിലേക്കാണെന്ന് കണ്ടാൽ ഓടിച്ചെന്ന അന്ധനെ അങ്ങോട്ട് പോകല്ലേ എന്ന് പറയുന്നതല്ലേ ധർമ്മം, നീതി? എന്റെ ജ്യേഷ്ഠൻ പോകുന്ന നരകത്തിലേക്കാണെന്ന് കണ്ടിട്ട്, എന്റെ ഉമ്മ നടന്നു പോകുന്നത് നരകത്തിലേക്കാണെന്ന് കണ്ടിട്ട്, അഗാധഗർത്തമുള്ള നരകാഗ്നിയിലേക്കാണ് നടന്നു പോകുന്നത് കണ്ടിട്ട്, ഉമ്മയോടും ബാപ്പയോടും ജ്യേഷ്ഠനോടും ഭാര്യയോടും ഭർത്താക്കന്മാരോടും പറയാൻ ആർജവം നമുക്കില്ലെങ്കിൽ നമ്മൾ എന്ത് മുജാഹിദുകളാണ്? നമ്മൾ എന്ത് ത്യാഗം സഹിക്കുന്നവരാണ്? പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. എന്തിന്? സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രം. ഭൗതിക താല്പര്യങ്ങൾ നമുക്കിതിന്റെ പിന്നിലില്ല, സ്വാർത്ഥ താല്പര്യങ്ങൾ നമുക്കിതിന്റെ പിന്നിലില്ല. നമുക്കിത് പറഞ്ഞാൽ ഏറുകൾ പടക്കങ്ങൾ പൂമാലകളായി ചാർത്തപ്പെടുക എന്നതല്ലാതെ മറ്റൊന്നും ലഭിക്കാൻ പോകുന്നില്ല. നമ്മുടെ പണ്ഡിതന്മാർക്ക് മാലപ്പടക്കങ്ങൾ കൈത്തിൽ ചാർത്തി. എന്തിന്? ഈ സത്യം സമൂഹത്തോട് പറഞ്ഞതുകൊണ്ട്. എന്തായിരുന്നു അവിടെ ലക്ഷ്യം? ഈ സമൂഹത്തെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാനുള്ള പണി നമ്മളും ചെയ്യണമെന്ന ഒരു ബോധം കൊണ്ട് മാത്രമാണ് ഇത് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ധർമ്മം ഏറ്റെടുത്ത ഒരു കൊച്ചു സംഘമാണ് നമ്മൾ. ഏത് ധർമ്മം? നരകത്തിലേക്ക് പോകുന്ന ടീമിനെ കഴിവിന്റെ പരമാവധി തടയിടാൻ ശ്രമിക്കുന്ന ഒരു കൊച്ചു സംഘം. ഈ കൊച്ചു സംഘം ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഒരുമിച്ചു നിന്ന്, ഒരു ചെങ്ങലയിലെ കണ്ണികളെ പോലെ അണിചേർന്ന് നിന്ന് നാം ഒരുമയോടുകൂടി ഈ തൗഹീദിന്റെ ദഅവത്ത് നിർവഹിക്കാൻ ആ ബാധ്യത ഏറ്റെടുത്തവരാണ് നമ്മൾ. അത് മറക്കാതെ അത് നിർവഹിച്ചുകൊണ്ട് ഏത് മതിൽക്കെട്ടുകളെയും ഏത് തടസ്സങ്ങളെയും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം നമുക്കുണ്ടായിത്തീരണം. എങ്കിലേ നമുക്ക് സ്വർഗം കിട്ടൂ. സ്വർഗം കിട്ടിക്കഴിഞ്ഞാൽ മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സ്വർഗം. വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത സ്വർഗം. വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും രൂപകൽപ്പന ചെയ്യാൻ പറ്റാത്ത സ്വർഗം. ആ സ്വർഗമാണ് നാളെ വരാനിരിക്കുന്നത്. ആ സ്വർഗത്തിൽ ഒരു മരണ്ട്, കുറെ മരണ്ട്. ഒരു മരത്തിന്റെ കീഴിൽ, നേരത്തെ പറഞ്ഞല്ലോ, നരകത്തിലെ മനുഷ്യന്റെ തോള്, നരകത്തിലെ മനുഷ്യന്റെ പല്ല്, അവന്റെ കുടൽമാലകൾ. സ്വർഗത്തിലെ ഒരു മരം 100 വർഷം യാത്ര ചെയ്താലേ അതിന്റെ തണൽ തീരുകയുള്ളൂ. 100 വർഷം യാത്ര ചെയ്താലേ ആ തണൽ തീരുകയുള്ളൂ. ഹൂറുൽ ഈൻ, റോഡിലേക്കിറങ്ങിയ നമ്മളെ തോന്നിവാസത്തിലേക്ക് മാടി വിളിക്കുന്ന വേഷവിധാനങ്ങളും രൂപങ്ങളുമായി കാത്തു നിൽക്കുന്ന പിശാചിന്റെ ആളുകൾ, സഹോദരിമാർ ഈ നാട്ടിലുണ്ട്, മറുനാട്ടിലുണ്ട്, എല്ലാ ലോകത്തുമുണ്ട്. ശരി, അത് കണ്ട് തെറ്റിപ്പോയ ഏതെങ്കിലും ഒരു സഹോദരൻ നമുക്ക് പരിചയമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഈ നാട്ടിൽ ഒരു മനുഷ്യൻ സ്പർശിക്കാത്ത ഒരു പെണ്ണിനെ കിട്ടില്ല, ഈ നാട്ടിൽ ഒരു മനുഷ്യനും കാണാത്ത ഒരു പെണ്ണിനെ കിട്ടില്ല. എങ്കിൽ നാളെ ചിപ്പിയിൽ ഒളിപ്പിച്ചു വെച്ച മുത്തുമണികളെ പോലെ ഒരു മനുഷ്യനും തൊട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത മാർവിടങ്ങൾ തുടിച്ച മാർവിടങ്ങൾ തുടിച്ച് സുന്ദരികളായ സ്ത്രീകളെ ഖുർആൻ പറഞ്ഞതാ. ചില ആളുകൾ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഖുർആൻ തോന്നിയാസം പറയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനും പറയുന്നത്. ഖുർആൻ തോന്നിയാസം പറയില്ല. മാർവിടങ്ങൾ, സ്തനങ്ങൾ തുടിച്ച സുന്ദരികളായ സ്ത്രീകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. സ്ത്രീകളെ കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകല്ലേ. ക്ഷമിച്ചോ, പൊറുത്തോ, സഹിച്ചോ. നാളെ റബ്ബ് ഒരുക്കിയിട്ടുണ്ട്. കള്ളിന്റെ പുഴ ചാലിട്ടൊഴുകുന്നു. ലഹരി ബാധിക്കാതെ നിങ്ങൾക്കത് ഇഷ്ടം പോലെ കുടിക്കാം. പാലിന്റെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പ്. ആ സ്വർഗം നമ്മൾ ലക്ഷ്യം വെക്കുന്നു. ഈ നാട്ടിലുണ്ടാക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, ഉല്ലാസ കേന്ദ്രങ്ങൾ, അവിടെ വെള്ളമില്ലാത്ത സ്ഥലമില്ല, ചെടികൾ പിടിപ്പിക്കാത്ത സ്ഥലമില്ല. ശരി, ഖുർആൻ പരിചയപ്പെടുത്തുന്ന സ്വർഗത്തെ രൂപകൽപ്പന ചെയ്യാൻ ശ്രമിക്കുകയാണ് മനുഷ്യൻ. സാധ്യമല്ല. നാളെ റബ്ബുണ്ടാക്കിയ സ്വർഗം അത് ഒരു മനുഷ്യന്റെ കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത,
ഒരു ഹൃദയത്തിനും രൂപകൽപ്പന ചെയ്യാൻ പറ്റാത്ത സ്വർഗം. ആ സ്വർഗത്തിലെത്തിപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ശിർക്ക് ചെയ്യാതെ, അധർമ്മങ്ങളിൽ നിന്ന് മാറി നിന്ന്, അനീതിയിൽ നിന്ന് മാറി നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് മാറി നിന്ന് ധർമ്മത്തിന്റെ വീതിയിൽ മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുക. അതിന് വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ തയ്യാറാക്കുക. സദാസമയം അല്ലാഹുവിനെ ഓർത്ത് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് നീങ്ങുക. സഹാബാക്കൾ സഹിച്ച ത്യാഗങ്ങൾ ഓർക്കുക. അവർ ഏറ്റുവാങ്ങിയ പീഡനങ്ങൾ ഓർക്കുക. ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ പറഞ്ഞു പോയപ്പോ റസൂൽ അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാംസകഷ്ണം പുറത്തു നിന്ന് പറഞ്ഞിട്ട് റസൂൽ ചോദിച്ചു, എന്താ നമ്മളൊക്കെ സഹിച്ചത്? അപ്പൊ കുപ്പായം കൊണ്ട് പൊക്കി കാണിച്ചു കൊടുത്തു. കുപ്പായം കൊണ്ട് പൊക്കി കാണിച്ചത് റസൂല് പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. എന്താ കാരണം അറിയോ? പുറത്ത് ഇരുമ്പിന്റെ ചീർപ്പുകൾ ഉപയോഗിച്ച് വാർന്ന് മാംസം പറിച്ചെടുത്തു ശത്രുക്കൾ. മാത്രമല്ല, തീന്റെ കട്ടയുടെ മേലെ മലർത്തിക്കിടത്തി. ആ തീക്കട്ട കെട്ടുപോയത് ശരീരത്തിൽ നൊലിച്ചിറങ്ങിയ നെയ്യും നീരും തട്ടിക്കൊണ്ടാണ്. പുറഭാഗത്ത് വലിയ വലിയ കുഴികൾ. ഇത് കണ്ട് റസൂല് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് റസൂല് പറഞ്ഞു, ഇസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കണം, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. നമ്മളൊന്നും സഹിച്ചിട്ടില്ല, റസൂലൊന്നും സഹിച്ചിട്ടില്ല എന്ന് റസൂല് പറയാ. നമ്മളൊക്കെ എന്താ സഹിച്ചത് സുഹൃത്തുക്കളെ? ഒന്നുമില്ല. അതുകൊണ്ട് ഈ ബോധത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക. നമുക്ക് ഉദ്യോഗമുണ്ട്, ബിസിനസ് ഉണ്ട്, കച്ചവടമുണ്ട്, ജോലി തിരക്കുണ്ട്. അതിന്റെ കിടക്ക് 1-2 മണിക്കൂർ അള്ളാന്റെ മാർഗത്തിൽ ഓടാൻ നമ്മൾ സമയം കണ്ടെത്തുക. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയ നമുക്ക്. എന്തേ കാരണം? നമുക്കൊരുപാട് നിബന്ധനയുണ്ട്, ലിമിറ്റുകളുണ്ട്. നമ്മൾ ആളുകൾക്കിടയിൽ നല്ലവരായി ജീവിച്ചവരാണ്. എന്നിട്ട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ ദുനിയാവ് ഏതായാലും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ബിൽഡിങ്ങിൽ 15 തിയേറ്റർ, അവിടെ ഒരു ബിൽഡിങ്ങിൽ 20 തിയേറ്റർ ഒക്കെ. എന്നിട്ട് അതിലേക്കൊന്നും പോവാതെ നമ്മൾ സൂക്ഷിച്ചു നിന്നു. നാളെ റബ്ബിന്റെ കോടതി എത്തുമ്പോൾ പറയാ, പോടോ നരകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇഹലോകം പോയി, പരലോകം പോയി. ചില ആളുകൾക്ക് ഇവിടെ സുഖിക്കാൻ കഴിഞ്ഞു, നമുക്ക് ആ സുഖം അനുഭവിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. വേണ്ട, പരിശ്രമിക്കേണ്ടതില്ല. അനന്തമായ, അനശ്വരമായ, ശാശ്വതമായ ഒരു ലോകത്തേക്കുള്ള പരിശ്രമത്തിലാണ് നമ്മൾ. ശരി, അള്ളാഹു ആ വരാനിരിക്കുന്ന ശാശ്വതമായ സ്വർഗീയ ലോകത്ത് കഷ്ടപ്പാടുകൾ സഹിച്ച സഹാബാക്കളുടെ കൂടെ, ത്യാഗങ്ങൾ സഹിച്ച പ്രവാചകന്മാരുടെ കൂടെ, അള്ളാഹുവിന്റെ റസൂലും അതുപോലെ നബിയുമായി കടന്നു വന്ന അത്തരത്തിലുള്ള പദവിയിലേക്ക് ഉയർന്ന പ്രവാചകന്മാരുടെ കൂടെ നമുക്ക് ആ സ്വർഗീയ ലോകത്ത് പ്രവേശിക്കാൻ കഴിയണം. അള്ളാഹു അഭിമാകാരമായ നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് നീ പൊറുത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാരുടെയും ഭാര്യ ഭർത്താക്കന്മാരുടെയും മക്കളുടെയും ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. പടച്ചവനെ, കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദര സഹോദരിമാർക്ക് ആ കടബാധ്യതകൾ വീട്ടാൻ, അതിനുവേണ്ടി പരിശ്രമിക്കാൻ നീ നല്ല മനസ്സും ശക്തിയും കഴിവും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട്, അത് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചുകൊണ്ട് ധീരമരണം സംഭവിക്കാൻ, സലാം കേട്ടുകൊണ്ട്, മലായിക്കത്തുകളുടെ സലാം കേട്ടുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് മലായിക്കത്തുകളുടെ അടിയും പ്രഹരങ്ങളും ഏറ്റുവാങ്ങി മുഖത്തും മുതുകിലും അടിച്ചുകൊണ്ടുള്ളൊരു മരണം റബ്ബേ ഖുർആനിലൂടെ നീ പരിചയപ്പെടുത്തുന്നു. ആ മോശപ്പെട്ട മരണത്തിൽ നിന്ന്, ഭീമാകാരമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അറിവില്ലായ്മ കൊണ്ട് വേണ്ടാത്തത് ചെയ്തു പോയവരാണ് ഞങ്ങൾ, കാണാൻ പാടില്ലാത്തത് കണ്ടുപോയവരാണ് ഞങ്ങൾ, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയവരാണ് ഞങ്ങൾ, നടക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് നടന്നു പോയവരാണ് ഞങ്ങൾ, പിടിക്കാൻ പാടില്ലാത്തത് പലതും പിടിച്ചു പോയവരാണ് ഞങ്ങൾ. റബ്ബേ, മനുഷ്യരാണ് ഞങ്ങൾ, തെറ്റ് ചെയ്യുന്നവരാണ് ഞങ്ങൾ. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് എന്ന് നീ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അതിവിശാലമായ, ആകാശഭൂമിയോളം വിശാലമായ ആ സ്വർഗീയ പൂങ്കാവനത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.